ഹായ് ഗായ്സ്, നമ്മൾ ഡിന്നർ കഴിക്കാൻ പോവുകയാണ്. കുറച്ച് ഫിഷൊക്കെ കിട്ടുമെന്ന് പറയണം. എന്താവുമെന്നൊന്നും അറിയത്തില്ല. എന്തായാലും നമ്മളൊന്ന് പോയി നോക്കാം. ഹാപ്പിക്കോ കിളിമാനൂരാണ്. അപ്പോൾ എന്തായാലും പോയിട്ട് നമുക്ക് വിശേഷങ്ങളെല്ലാം നമ്മൾ വീഡിയോയിൽ വരുന്നതാണ്. അങ്ങനെ ഞങ്ങൾ റെഡിയായി. ഒരു 9 മണിയായിട്ടാണ് ഞങ്ങൾ ഇറങ്ങിയത്. ചെറിയ മഴയൊക്കെ ഉണ്ടായിരുന്നു. വീട്ടിൽ നിന്ന് വണ്ടി എടുത്ത് പിന്നെ ഒന്നും നോക്കിയില്ല. അങ്ങ് നേരെ വിട്ടു. ഞങ്ങൾ 4 പേരും കൂടി ഹാപ്പിക്കോയിലേക്കാണ് ഞങ്ങൾ ഇന്ന് പോകുന്നത്. അതിൻ്റെ സ്ഥലം നിങ്ങൾക്കറിയാലോ, കിളിമാനൂരിൽ നിന്ന് കാരേറ്റ് പോകുന്ന വഴിക്കാണ് ഈ ഹാപ്പിക്കോ വരുന്നത്. അത് കുറച്ച് ദൂരം മാത്രമേ ഉള്ളൂ കിളിമാനൂരിൽ നിന്ന്. ഹാപ്പിക്കോ ബൈ വഴിയോരക്കട. അറിയാമല്ലോ ഈ സ്പോട്ട് എവിടെയാണെന്നുള്ളത്. വഴിയോരക്കട നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമായിരിക്കും. കിളിമാനൂർ ഫേമസ് ആയിട്ടുള്ള ഫുഡ് സ്പോട്ടാണ് വഴിയോരക്കട. അപ്പോൾ അവരുടെ തന്നെയാണ് ചട്നിമാമി. അതിനോടൊപ്പം ചേർന്നിട്ട് തന്നെയാണ് ഹാപ്പിക്കോയും ഉള്ളത്. നല്ല ആംബിയൻസ് ആണ് അവിടെ. നൈറ്റാണ് ശരിക്കും നല്ലത് കേട്ടോ. കളർഫുൾ ലൈറ്റും അടിപൊളി ഗാർഡനും എന്ത് അവിടെ ചെന്നാൽ ആ വൈബ് ശരിക്കും നമുക്ക് മനസ്സിലാവത്തുള്ളൂ. നല്ല ഹട്ടുകൾ. അപ്പോൾ നമ്മൾ നേരത്തെ വിളിച്ച് ബുക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നല്ല ഹട്ട് അവർ പ്രീ ബുക്കിങ്ങിൽ ടൈം പറഞ്ഞു കഴിഞ്ഞാൽ അതിനനുസരിച്ച് അവർ സെറ്റ് ചെയ്ത് വെച്ചേക്കും. നമ്മളവിടെ ചെന്നപ്പോൾ നമ്മളെ കൂട്ടിക്കൊണ്ട് പോകുന്നത് ചട്നി മാമിയാണ്. ഈ മാമിയാണ് അവിടെ മണിയടിയൊക്കെ ചെയ്യുന്നത് കേട്ടോ. ഈ മാമി ഞങ്ങളെ കൊണ്ടുപോയത് ഒരു ഫിഷിൻ്റെ ഏരിയയിലോട്ടാണ്. ഞങ്ങൾ ഫിഷാണ് ചൂസ് ചെയ്തിരുന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞു ഫിഷിൻ്റെ വെറൈറ്റി നാട്ടിൽ എത്തിക്കഴിഞ്ഞാൽ എനിക്ക് കൂടുതൽ ഇഷ്ടം ഫിഷിൻ്റെ ഐറ്റംസ് കഴിക്കാനാണ്. ഇവിടെ നമ്മൾ പുറത്തൊക്കെ ചിക്കനും ഒക്കെ കഴിക്കുമ്പോൾ നാട്ടിൽ എനിക്ക് കൂടുതൽ ഇഷ്ടം ഫിഷ് കഴിക്കാനാണ്. അങ്ങനെ ഞങ്ങൾ 4 പേരും കൂടി അവിടെ എത്തി. ഒരു ഓല മേഞ്ഞ പുരയിലാണ് അവരുടെ ഗ്രില്ലും അങ്ങനെയുള്ളതെല്ലാം ചെയ്യുന്നത്. പല ടൈപ്പുണ്ട്. ഫ്രൈ ഉണ്ട്, കറിയുണ്ട്, ഗ്രില്ലുണ്ട്, തവ ഫ്രൈ ഉണ്ട്. അങ്ങനെ ഒരുപാട് ടൈപ്പ് ഫിഷുകളുണ്ട്. നമ്മൾ ഏതാണോ ചൂസ് ചെയ്യുന്ന ഫിഷ് ഏത് രീതിക്ക് കുക്ക് ചെയ്യണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ ആ രീതിക്ക് തന്നെ കുക്ക് ചെയ്ത് തരുന്നതാണ്. അപ്പോൾ അവരുടെ ചില്ലറിൽ എല്ലാം വെട്ടി ക്ലീൻ ആക്കി വെച്ചിരിക്കുന്ന ഫിഷാണ്. അത് നമ്മൾ പറഞ്ഞു കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിൻ്റെ വെയിറ്റ് അനുസരിച്ചാണ് പൈസ. ഞാനൊരു കാളാഞ്ചിയാണ് സെലക്ട് ചെയ്തത്. അത് വരഞ്ഞ് അവർ മസാലയൊക്കെ പുരട്ടി നമുക്ക് ഗ്രില്ലാണെങ്കിൽ ഗ്രില്ല്, അല്ലെങ്കിൽ ഫ്രൈ ആണെങ്കിൽ ഫ്രൈ. അപ്പം അങ്ങനെയാണ് ഞാനിതിപ്പോൾ വലിയൊരു കാളാഞ്ചിയാണ് എടുത്തത്. അപ്പോൾ അതിൻ്റെ വെയിറ്റ് നോക്കിയിട്ടാണ് അതിൻ്റെ പ്രൈസ് വരുന്നത്. അത് പിന്നെ അവർ അപ്പോഴും തന്നെ മസാലയെല്ലാം നമുക്ക് ഏത് മസാല വേണമെങ്കിലും കൊടുക്കാം. അപ്പോൾ അതിനനുസരിച്ച് മസാലയെല്ലാം പുരട്ടി ഗ്രില്ല് ചെയ്ത് നമുക്ക് തരും. അവരെല്ലാ മീനും അങ്ങനെയാണ്. ഞാൻ വേറെ 1-2 മീനുകൾ എടുത്ത് നോക്കി. പാര അങ്ങനെയുള്ള ഒരുപാട് ഓരോ സ്ഥലത്തും ഓരോ മീനിന് ഓരോ പേരുകളൊക്കെ ആണല്ലോ. അതെല്ലാം ഇങ്ങനെ വരഞ്ഞ് ക്ലീനാക്കി വെച്ചേക്കുവാണ്. അപ്പോൾ അതിനെ ഉള്ളിലെല്ലാം നല്ല നീറ്റാക്കി വെച്ചേക്കുവാണ്. എടുക്കുക, മസാല പുരട്ടുക, കസ്റ്റമർക്ക് എന്താണോ വേണ്ടത് ആ രീതിക്ക് ഫ്രൈ ചെയ്ത് കൊടുക്കുന്ന രീതിക്കാണ് അവർ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്. അപ്പോൾ അങ്ങനെ ഞങ്ങൾ ഓർഡറെല്ലാം കൊടുത്തിട്ട് ഞങ്ങൾക്ക് അവിടെ ബുക്ക് ചെയ്തിരുന്ന ഹട്ടിലോട്ടാണ് നമ്മൾ പോകുന്നത്. അവിടെ നല്ല ആംബിയൻസാണ്. ഞാൻ പറഞ്ഞില്ലേ, അടിയിൽ ചെറിയ ഒരു കുളം പോലെയൊക്കെ ഉണ്ട്. വെള്ളമൊക്കെ ഇട്ടിട്ടുണ്ട്. അതിൽ മീനും ഒക്കെ ഉണ്ട്. നൈറ്റ് കളർഫുൾ. ഇതാണ് നമ്മുടെ ബുക്ക് ചെയ്യുന്ന ഹട്ട്. 5 പേരൊക്കെ സുഖമായിട്ട് ഇരിക്കാൻ പറ്റും. 5-6 പേരൊക്കെ ഇരിക്കാൻ പറ്റും. നമ്മൾ 4 പേരേ ഉണ്ടായിരുന്നുള്ളൂ. അവിടെ ചുറ്റും ചെടികളൊക്കെ വെച്ചിട്ടുണ്ട്. ഞാൻ പറഞ്ഞത് നല്ലൊരു കൂളിംഗ് എഫക്റ്റാണ് അവിടെ ചെല്ലുമ്പോൾ നമുക്ക് കിട്ടുന്നത്. മഴയില്ലെങ്കിലും നൈറ്റ് വൈബിനൊക്കെ പറ്റിയ ഒരു സ്ഥലം തന്നെയാണ് കേട്ടോ. ഭയങ്കര ഇഷ്ടപ്പെട്ടു എനിക്ക്. അവിടെ നിൽക്കുമ്പോൾ തന്നെ നമുക്ക് അതിൻ്റെ അപ്പുറത്ത് മീൻ ലൈവായിട്ട് ഇങ്ങനെ എടുത്ത് കുക്ക് ചെയ്യുന്നതൊക്കെ കാണാൻ പറ്റും. അപ്പം മോൻ ഓരോ അതിൻ്റെ കൂടെ തന്നെ നമുക്ക് ഇതിനോടൊപ്പം കഴിക്കാൻ വേണ്ടിയിട്ട് പെറോട്ട, പിന്നെ അപ്പം, ഇടിയപ്പം, കറികൾ, വേറെ എന്തൊക്കെ വേണമെങ്കിലും ബുക്ക് ചെയ്യാം. അങ്ങനെ കുറച്ച് കുട്ടികൾക്ക് ആവശ്യമുള്ളതെല്ലാം അവരിങ്ങനെ ഓർഡർ കൊടുത്തുകൊണ്ടിരുന്നു. ഓർഡർ കൊടുത്തു കഴിഞ്ഞാൽ ഒരു ഫിഷ് കുക്ക് ചെയ്ത് വരാനായിട്ട് മാത്രം ഒരു അരമണിക്കൂർ എടുക്കും. ബാക്കിയെല്ലാം കുറച്ച് സമയം എടുക്കത്തുള്ളൂ. അപ്പോൾ അതൊക്കെ നമ്മളിങ്ങനെ സ്റ്റാർട്ടറൊക്കെ കഴിച്ച് ഇരിക്കുമ്പോഴത്തേക്കും നമ്മുടെ മെയിൻ ഫിഷ് വരുന്നതാണ്. ഓർഡർ കൊടുത്തു കഴിഞ്ഞാൽ കുറച്ചൊന്ന് വെയിറ്റ് ചെയ്യും. ഒരു ഫിഷ് നമ്മൾ ചെന്നിട്ടാണല്ലോ കൊടുക്കുന്നത്. അപ്പോൾ അതൊന്ന് കുക്കായി വരാനായിട്ടുള്ള സമയമാണ് എടുക്കുന്നത്. അല്ലെങ്കിൽ അപ്പോഴത്തന്നെ അവിടെ നമ്മുടെ സ്റ്റാഫൊക്കെ വന്ന് അവരെല്ലാം സെർവ് ചെയ്ത് ഞാനും അവർ ഫിഷ് കറി, പിന്നെ അതിൻ്റെ കൂടെ കുറച്ച് ഐറ്റംസൊക്കെ ഇങ്ങനെ ഉണ്ട്. അപ്പോൾ അതൊക്കെ ഇങ്ങനെ ഓരോന്നായിട്ട് കൊണ്ടുവന്നു. പക്ഷെ ലൈവ് നമുക്ക് കണ്ടുകൊണ്ടിരിക്കാം നമ്മുടെ ഫിഷ് ഇങ്ങനെ കുക്കാവണതും ഒക്കെ. പിന്നെ ജ്യൂസ് അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ഉണ്ട്. അങ്ങനെ ഞങ്ങളെല്ലാവരും കൂടി ഇരുന്നു കഴിക്കാൻ തുടങ്ങി. അപ്പം, ഞാൻ, ഫിഷ് കറി, പിന്നെ നമ്മുടെ മെയിൻ സംഭവം അവിടെ ഇങ്ങനെ കുക്കായിക്കൊണ്ടിരിക്കുകയാണ്. അവരതിനെ തിരിച്ചും മറിച്ചും ഒക്കെ ഇട്ട് കുക്ക് ചെയ്യുന്നുണ്ട്. അതെല്ലാം കൊണ്ടുവരുന്നത് തന്നെ വലിയൊരു തടിയുടെ ഒരു ടേബിൾ, ഒരു എന്താ പറയുക, തടി ഒരു ട്രേയിലാണ് ആ ഫിഷ് എടുത്ത് വയ്ക്കുന്നുണ്ട്. ട്രേയിൽ ഇലയൊക്കെ വച്ചിട്ടാണ്
ഈ ഫിഷ് എടുത്ത് അതിലോട്ട് വെക്കുന്നത്. അത് ഭയങ്കര രസമാണ് അങ്ങനെ ലൈവ് നമുക്ക് കാണാനായിട്ട് തന്നെ. ഇങ്ങനെ ചൂടോടുകൂടി എടുത്ത് വെച്ച് പൊട്ടാതെ എടുക്കണമല്ലോ, എടുത്ത് ഇങ്ങനെ വച്ചിട്ടാണ് അതിങ്ങനെ വലിയ ആ ഒരു ട്രേയിലുമാണ് അവരിങ്ങനെ, തടി ആണ്, അടിപൊളി ഇതാണ്. നിങ്ങൾ എന്തായാലും അവിടെ ഒരു പ്രാവശ്യം പോയി ഫുഡ് കഴിക്കാൻ മാത്രമേ അറിയത്തുള്ളൂ. അവരിങ്ങനെ കൊണ്ടുവരണ കാണാൻ തന്നെ എന്ത് രസം നോക്കിയാൽ, എത്ര നീളം വലിയ തടിയുടെ ട്രെയിലാണ് ഇതെല്ലാം ഇങ്ങനെ കൊണ്ടുവരുന്നത്. അത് നല്ല രീതിക്കാണ് അവർ സെറ്റ് ചെയ്തിരിക്കുന്നത്. അതിൻ്റെ കൂടെ തന്നെ ചട്നിയുണ്ട്, പുതിന ചട്നി, പിന്നെ സാലഡൊക്കെ നമുക്ക് ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ പറഞ്ഞു കഴിഞ്ഞാൽ അവർ അതുപോലെ സാലഡും ഒക്കെ വരും. പ്രോൺസും പറഞ്ഞിട്ടുണ്ടായിരുന്നു, പ്രോൺസും അവർ ഗ്രില്ല് ചെയ്തിട്ടാണ് പ്രോൺസും കൊണ്ടുവന്നത്. കുറച്ച് ക്യാരറ്റൊക്കെ ഇട്ട് ഒന്ന് ഗാർണിഷ് ചെയ്ത് വെച്ചു. അപ്പം നിങ്ങൾ കണ്ടില്ലേ, വലിയ കളാഞ്ചിയാണ്. അതിനെ രണ്ടായിട്ട് കട്ട് ചെയ്ത് മസാലയെല്ലാം പോരട്ടി ഗ്രില്ല് ചെയ്ത് വന്നിരിക്കുകയാണ്. അതിൻ്റെ കൂടെ അപ്പവും, എന്ത് രസമാണല്ലേ, അപ്പവും മീൻകറി എന്ന് പറയുമ്പോൾ തന്നെ വായിൽ വെള്ളം ഊറുന്നുണ്ടാവും നിങ്ങൾക്ക്. അപ്പോൾ അതും ചൂടോടെ കിട്ടുമ്പോൾ പിന്നെ പറയണോ, വാഴയിലയിൽ ഇങ്ങനെ ചൂടോടെ ഗ്രില്ല് ചെയ്ത് ഫിഷ് എന്ന് പറയുമ്പോഴത്തേക്ക് നിങ്ങളെ വായിൽ കപ്പലോടുന്നുണ്ടാവും, എനിക്കറിയാം. അപ്പോൾ ഞങ്ങളിങ്ങനെ കഴിച്ചു. നാട്ടിൽ വരുമ്പോഴത്തേക്ക് എന്തായാലും ഇതൊക്കെ തന്നെയാണ് സത്യം പറഞ്ഞാൽ. ഞാൻ ഓർത്തിട്ട് വരുന്നത് ഇങ്ങനെ നല്ല സ്ഥലത്ത് പോയി നല്ല ഫുഡുകൾ ഇങ്ങനെ കഴിക്കുക എന്നുള്ളതാണ് നാട്ടിൽ വന്നു കഴിഞ്ഞാൽ എനിക്കും ഇഷ്ടപ്പെട്ട ഹോബി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അതിനൊപ്പം എൻ്റെ മക്കളും ഇറങ്ങും. ഇപ്പം മോനുണ്ടായിരുന്നു, അപ്പം ഞാൻ അവനെയും കൂട്ടിയിട്ടാണ് ഇങ്ങനെ പോയത്. അതുപോലെ നൈറ്റൊക്കെ ആകുമ്പോഴത്തേക്ക് നമുക്കെപ്പോഴും നൈറ്റ് വൈബ് ഇഷ്ടപ്പെടാത്ത ആരെങ്കിലും ഉണ്ടോ? നൈറ്റൊക്കെ ഇങ്ങനെ പോയിരുന്ന് കഴിക്കാനൊക്കെ ഒരു പ്രത്യേക ഇഷ്ടമാണ്. അത് പ്രോൺസാണ് കേട്ടോ. ഞാനിങ്ങനെ പ്രോൺസ് അടിപൊളിയായിരുന്നു. വെച്ചാൽ ചെറിയ പ്രോൺസ് അല്ല, ഇത്തിരി അത്യാവശ്യം വലിയ പ്രോൺസ് ആയിരുന്നു. അപ്പോൾ ആ പ്രോൺസൊക്കെ ഇങ്ങനെ ആ ചൂടോടുകൂടി കഴിക്കാൻ എന്തൊരു ടേസ്റ്റ് ആണെന്നറിയാവോ. അപ്പോൾ അതൊക്കെ നമ്മളവിടെ ഇരുന്ന് കഴിച്ചാൽ നല്ല ചാറ്റ മഴയും ഉണ്ട്. ഈ ചെറിയ മഴയൊക്കെ ഉള്ളപ്പോഴത്തേക്ക് നമുക്ക് ചൂടോടുകൂടിയുള്ള ഫുഡൊക്കെ കഴിക്കുമ്പോഴത്തേക്ക് അതൊരു വല്ലാത്ത വൈബാണ് അല്ലേ. നൈറ്റ് ചെറിയ ചാറ്റൽ മഴയിൽ ഇങ്ങനെയൊക്കെയുള്ള ഹട്ടുകളിലൊക്കെ ഇരുന്ന് ചൂടോട് ആവി പറക്കുന്ന ഫിഷ്, കൈയൊക്കെ പൊള്ളുന്ന ചൂടാണ്, ആവി പറക്കുന്ന മീനൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പറയേണ്ട ആവശ്യമില്ല. അടിപൊളിയായിരുന്നു. ആ പുതിന ചട്നി സൂപ്പറായിരുന്നു. അതിൻ്റെ കൂടെ അടിപൊളി ചട്നിയായിരുന്നു. അപ്പോൾ അങ്ങനെ നമ്മളിരുന്ന് എല്ലാവരും കഥയൊക്കെ പറഞ്ഞു ഫുഡൊക്കെ കഴിച്ച് ഇങ്ങനെ ഇരിക്കുകയാണ്. കുട്ടികളും വളരെ ഹാപ്പി ആയിരുന്നു. എന്ന് വെച്ചാൽ അവരും ആദ്യമായിട്ടാണ് അവിടെ പോകുന്നത്, ഇതുവരെയും പോയിരുന്നില്ല. ഞങ്ങൾ എല്ലാ പ്രാവശ്യവും പോകണമെന്ന് വിചാരിക്കുകയുള്ളൂ, ഒരു ദിവസവും നമുക്ക് സമയം കിട്ടാറില്ല. ഓരോന്ന് ഇങ്ങനെ മേടിച്ചു കഴിച്ചു, ഒന്നും നോക്കിയില്ല. നമുക്ക് പറയത്തക്ക വലിയ ബില്ലൊന്നുമില്ല. നമ്മുടെ ചൂസ് ചെയ്യണ ഫിഷിനനുസരിച്ചാണ് നമുക്ക് വരുന്നത്. ഞാനൊരു 4 പേരൊക്കെ സുഖമായിട്ട് കഴിക്കാൻ പറ്റുന്ന രീതിക്കുള്ള ഒരു കളാഞ്ചിയാണ് എടുത്തത്. സൈസ് അനുസരിച്ച് നമുക്ക് എടുക്കാൻ പറ്റും. അതേപോലെ മിക്സ് ആയിട്ടൊക്കെ നമുക്ക് ഓർഡർ ചെയ്യാൻ പറ്റും. പിന്നെ ഫിഷിൻ്റെ ഐറ്റം കഴിക്കാനായിട്ട് പോകുന്നതുകൊണ്ട് ഞാൻ പിന്നെ അത് മാത്രം തന്നെയാണ് ബുക്ക് ചെയ്തത്. വേറെ ചിക്കനും ഒന്നും വാങ്ങിയിരുന്നില്ല. അങ്ങനെ എല്ലാവരും നന്നായിട്ട് കഴിച്ചു എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇലയൊക്കെ ഇത് ക്ലീനായി. ഇനി കുറച്ചും കൂടെ ഉള്ളൂ. അപ്പോൾ ഒരു മോൻ്റെ ഒരു ഫ്രണ്ടിനാണെന്നുണ്ടെങ്കിൽ അവന് ഫിഷ് അത്ര അങ്ങോട്ട് ഇഷ്ടമില്ല. അപ്പോൾ അവന് വേണ്ടിയിട്ട് കളാഞ്ചി അത്ര ഇഷ്ടപ്പെട്ടില്ല. അവന് വേണ്ടി പ്രോൺസ് എടുത്തു. അവൻ പ്രോൺസാണ് കഴിച്ചത്. മോന് കോഫി മേടിച്ചു. അവന് ഫിൽറ്റർ കോഫി വേണമെന്ന് പറഞ്ഞു. അങ്ങനെ കോഫി മേടിച്ചു. ഞാൻ ഒരു കട്ടൻ ചായയാണ് ഓർഡർ ചെയ്തത്. ഞങ്ങൾ 3 ആൾ ഒന്നും നോക്കിയില്ല. അത് 3 പേരും ചേർന്ന് ആ ഫിഷ് പ്ലേറ്റ് കാലിയാക്കി വെച്ചു. അവസാനം മുളക് മാത്രം അതിൽ ബാക്കിയായി കേട്ടോ. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇഷ്ടത്തോടെ കഴിക്കുമ്പോഴത്തേക്ക് ചൂടോടെ ആകുമ്പോൾ സത്യം പറഞ്ഞ ഫുഡ് എങ്ങനെ കഴിക്കണം എന്നുള്ളത് നമുക്കറിയത്തില്ല കേട്ടോ. അതാണ് ഈ ചൂടോടെ നമ്മൾ ഫുഡ് കഴിക്കുമ്പോഴത്തേക്ക് നമ്മൾ അറിയാണ്ട് കഴിക്കുക. അത് കഴിഞ്ഞപ്പോഴത്തേക്ക് അങ്ങനെ എല്ലാവരും ഓരോ അവർക്ക് ഇഷ്ടപ്പെട്ടതെല്ലാം ഓരോന്നും ഇങ്ങനെ ഓർഡർ ചെയ്തു. കട്ടൻ ചായയും കൂടെ അങ്ങ് കുടിച്ച് കഴിഞ്ഞാൽ സെറ്റ്. അപ്പോൾ അങ്ങനെ ഇതെല്ലാം നമ്മൾ കഴിച്ചു. എല്ലാവരും വളരെ ഹാപ്പി ആയിരുന്നു. കുട്ടികളും ഞാനും ഒക്കെ വളരെ നമുക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഒരു അവരുടെ മസാല സൂപ്പർ കേട്ടോ. അടിപൊളി മസാല ആയിരുന്നു ആ ഫിഷിൻ്റെ. അതുപോലെ നല്ല ജ്യൂസി ആയിട്ടാണ് അവർ ആ ഫിഷ് ഗ്രില്ല് ചെയ്ത് തന്നത്. അതാണ് നമുക്ക് ഇഷ്ടപ്പെട്ടത്. ചില സ്ഥലത്തൊക്കെ നമ്മൾ ഫിഷ് കഴിക്കാൻ പോകുമ്പോൾ അവരതിനെ ഫ്രൈ ചെയ്ത് ആ ഫിഷിൻ്റെ ടേസ്റ്റേ പോകും. അത് നല്ല ജ്യൂസി ആയിട്ട് ഫിഷ് കിട്ടുമ്പോൾ ഫിഷിൻ്റെ ആ ഒരു സോഫ്റ്റ് ഓടുകൂടി നമുക്കിങ്ങനെ കഴിക്കാൻ പറ്റുമ്പോഴത്തേക്ക് ഭയങ്കര അത് ശരിക്കും ആ ഫിഷിൻ്റെ ടേസ്റ്റ് ശരിക്കും നമുക്ക് ആസ്വദിച്ച് കഴിക്കാൻ പറ്റും. ആ കറക്റ്റ് രീതിക്കാണ് അവരതിനെ കുക്ക് ചെയ്തത്. ഇതെല്ലാം കഴിഞ്ഞൊരു മഴയത്തൊരു കട്ടൻ ചായയും കൂടെ കുടിച്ചു കഴിഞ്ഞാലേ പിന്നെ പറയണോ. അങ്ങനെ കട്ടൻ ചായയും ഞങ്ങൾ കുടിച്ചു. ബില്ലൊക്കെ വന്നു. ബില്ലൊക്കെ ഞങ്ങൾ പേ ചെയ്തു. അത്യാവശ്യം കുഴപ്പമില്ലാത്ത ഒരു ബില്ലായിരുന്നു. ബില്ലൊക്കെ ഞങ്ങൾ പേ ചെയ്തിട്ട് ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി കണ്ടില്ലേ, അവിടുത്തെ ലൈറ്റൊക്കെ കണ്ടില്ല. ഈ നടന്നു പോകുന്നതിൻ്റെ സൈഡെല്ലാം
വെള്ളമുണ്ട്, അവിടെയെല്ലാം ചെറിയ മീനൊക്കെ ഇട്ടിട്ടുണ്ട്. അങ്ങനെ നമ്മൾ ഹാപ്പി കോയിൽ നിന്ന് ബൈ പറഞ്ഞ് ഇറങ്ങി. അവിടുത്തെ ആംബിയൻസ് ഒക്കെ നിങ്ങൾ കണ്ടില്ലേ, സൂപ്പറാണ്. കളർഫുൾ ലൈറ്റുകളും അടിപൊളി ആംബിയൻസ് ഉള്ളൊരു സ്ഥലമാണ്. അപ്പോൾ എന്തായാലും നിങ്ങൾ സമയം അവിടെ പോയി ഫുഡ് കഴിക്കണം കേട്ടോ. അത് ഇതുപോലെ നൈറ്റ് തന്നെ മാക്സിമം പോകാൻ ശ്രമിക്കണം. നൈറ്റാണ് അവിടുത്തെ ആ ഒരു വൈബുള്ളത്. ഞങ്ങൾ പോയ സെറ്റ് സമയത്തായിരുന്നു. എന്ന് വെച്ച് കഴിഞ്ഞാൽ മഴയും ചൂട് ഫുഡും അടിപൊളിയായിരുന്നു. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. അപ്പോൾ ഓക്കെ, ബൈ.